കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 49ആയി. മരിച്ചവരിൽ നിരവധി മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. 13 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. തൊഴിലാളികൾ താമസിച്ചിരുന്ന 6 നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ 13 മലയാളികളെ തിരിച്ചറിഞ്ഞു. ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി, പെരിന്തൽമണ്ണ സ്വദേശി മരക്കാടത്ത് പറമ്പിൽ ബാഹുലയൻ എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകനാണ് ശ്രീഹരി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശ്രീഹരി കഴിഞ്ഞ ജൂൺ 5-നാണ് ജോലിക്കായി കുവൈറ്റിലെത്തിയത്. മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന മരക്കാടത്ത് പറമ്പിൽ വേലായുധന്റെ മകനാണ് ബാഹുലയൻ. 5 വർഷത്തോളമായി ഇദ്ദേഹം കുവൈറ്റിലാണ്. മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA ടെസ്റ്റും നടത്തും. അപകടത്തിൽ ആകെ 49 പേരാണ് മരിച്ചത്. ചികിത്സയിലുള്ള 7 പേരുടെ നില ഗുരുതരമാണ്. തെക്കൻ കുവൈറ്റിൽ അഹ്മദി ഗവർണറേറ്റിലെ മങ്ഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അപകടമുണ്ടായത്. മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ തീപിടിച്ചത്. സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. കെട്ടിട ഉടമയെയും സുരക്ഷാ ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. നമ്മുടെ ചുള്ളിക്കൽ സോൾട്ട് ഫാഷൻ സ്റ്റോറിൽ വലിയ പെരുന്നാൾ സ്പെഷ്യൽ നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. വലിയ പെരുന്നാൾ പ്രമാണിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ അവശ്യ വസ്തുക്കൾക്കും കിടിലൻ ഓഫറുകളും വമ്പിച്ച ഡിസ്കൗണ്ടുമാണ് സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ത്യാഗത്തിന്റെയും വിശുദ്ധിയുടെയും ഈ പുണ്യനാളുകൾ സോൾട്ടിനൊപ്പം ആഘോഷമാക്കാം. സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഫാഷൻ സ്റ്റോർ, ചുള്ളിക്കൽ.